സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. 14 ജില്ലകളിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നമുക്ക് പരിശോധിക്കാം ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ അലേർട്ടുകളാണ് നിലനിൽക്കുന്നത് എന്ന്. 4 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണുള്ളത്. 4 ജില്ലകളിൽ റെഡ് അലേർട്ട് ഉണ്ട്. 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ട്. 2 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. റെഡ് അലേർട്ട് നൽകിയിരിക്കുന്ന ജില്ലകൾ എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം ജില്ലകളാണ്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. എറണാകുളത്ത് തന്നെ നമ്മൾ കണ്ടതാണ്, കൊച്ചിയിൽ പലയിടങ്ങളും വെള്ളക്കെട്ടിലായതും ജനങ്ങൾ ബുദ്ധിമുട്ടിലായതും. ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്ന ജില്ലകൾ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. അതായത് മധ്യ വടക്കൻ കേരളത്തിലാണ് കൂടുതലും മഴ ശക്തമാകാനുള്ള സാധ്യതയുള്ളത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് തന്നെയാണ് സാധ്യതയുള്ളത്. 14 ജില്ലകളിലും ശക്തമായ മഴ പെയ്യുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. തീരദേശങ്ങളിൽ ശക്തമായ തിരമാലയടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണം. അതോടൊപ്പം തന്നെ മലയോര മേഖലകളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണം. മുന്നറിയിപ്പ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കാതെ നേരത്തെ തന്നെ അപകട സാഹചര്യമാണെങ്കിൽ മാറി താമസിക്കാനും ശ്രദ്ധിക്കണം. തൃശ്ശൂരിലേക്ക് പോയി കഴിഞ്ഞാൽ ജില്ലയിൽ ശക്തമായ മഴയിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. 3 മണിക്കൂർ തുടർന്ന മഴയിൽ പാട്ടുരായ്ക്കൽ അശ്വിനി ആശുപത്രിക്ക് പിൻവശത്തുള്ള വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. സ്വരാജ് റൗണ്ടിലും വെള്ളക്കെട്ട് ഉണ്ടായി. ചേലക്കര പ്ലാവി റോഡിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ട്. പുത്തൂർ, വെട്ടുകാടും കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. ലിഷോയി ചേരുന്നുണ്ട് തത്സമയം. ലിഷോയി, എന്തൊക്കെ മഴക്കെടുതികൾ അവിടെ രൂപപ്പെടുന്നുണ്ട്? ഒപ്പം തന്നെ നേരത്തെ അവിടെ ടാറിംഗ് നടന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ മേയറുടെ മറുപടി കൂടി വരികയാണ്. എന്തൊക്കെയാണ് നടപടികൾ ഉണ്ടായിട്ടുള്ളത്? മഴക്കെടുതിയുടെ അവസ്ഥ എന്താണ് ലിഷോയി? ഇന്ന് രാവിലെ 7:30 കൂടിയാണ് മഴ ആരംഭിച്ചത്. 2 മണിക്കൂർ ശക്തമായ മഴയാണ് തൃശ്ശൂർ നഗരത്തിലും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലുമെല്ലാം തന്നെ പെയ്തത്. ഇതോടുകൂടി തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ ആദ്യം വെള്ളക്കെട്ടുണ്ടായി. സ്വരാജ് റൗണ്ടിൽ വാഹന ഗതാഗതം പ്രതിസന്ധിയിലാകുന്ന തരത്തിലുള്ള വെള്ളക്കെട്ടാണ് ഉണ്ടായത്. അതിന് പുറകെ തന്നെ തൃശ്ശൂർ അശ്വിനി ആശുപത്രിക്ക് പരിസരത്ത് പാട്ടുരായ്ക്കൽ ആ ഭാഗത്ത് ഒരുപാട് വീടുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുള്ള ഈ അശ്വിനി ആശുപത്രിയുടെ പുറകുവശത്തെ റോഡിൽ, അത് താഴ്ന്ന പ്രദേശമാണ്, അവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ആ പ്രദേശത്തു മഴ പെയ്ത് തൃശ്ശൂർ നഗരത്തിൽ നിന്ന് ഒഴുകിപ്പോകുന്ന വെള്ളം കൂടുതലായ ആ ഭാഗത്തേക്ക് ഒഴുകിപ്പോയി. അതോടുകൂടി വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറി. ഏകദേശം 6ഓളം വീടുകൾ ആ പരിസരത്തുണ്ടായിരുന്നു. ആ വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറുകയും അവിടെയുള്ള ആളുകളെ മാറ്റുകയും ചെയ്തു. ഇപ്പോൾ അവിടെ വെള്ളം താഴ്ന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ആ ഒരു ഏകദേശം 9:30 കൂടി മഴ മാറിയതാണ്. പിന്നീട് കാര്യമായ മഴ ഇതുവരേക്കും പെയ്തിട്ടില്ല. ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ ഈ തൃശ്ശൂർ നഗരത്തിൽ നിന്ന് മാറി ചേലക്കര ഭാഗത്ത് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ചേലക്കര വാഴക്കോട് നിന്ന് പ്ലാഴിയിലേക്കുള്ള റോഡിലാണ് ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരിക്കുന്നത്. കൂടാതെ പുത്തൂർ വെട്ടുകാട് ഭാഗത്താണ് പിന്നീട് മറ്റൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അവിടെ ഒരു തോട് കരകവിഞ്ഞൊഴുകുകയും റോഡിൽ ഉൾപ്പെടെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പാലപ്പള്ളി ഭാഗത്തും സമാനമായ രീതിക്ക് വലിയ വെള്ളക്കെട്ട്, അതായത് ഈ വീടുകളുടെ പരിസരത്തു കൂടെയൊക്കെ തന്നെ ഈ തോട്ടം മേഖലയിൽ നിന്നൊക്കെ തന്നെ വലിയ തോതിൽ വെള്ളം ഒഴുകി പോവുകയും വീടുകൾക്ക് മുന്നിലൊക്കെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ശരി, MS ലിഷോയാണ് തൃശ്ശൂരിലെ വിവരങ്ങൾ പങ്കുവച്ചത്. തൃശ്ശൂരിൽ പലയിടത്തും കനത്ത മഴയാണ്. മഴ മൂലമുണ്ടായിട്ടുള്ള വെള്ളക്കെട്ടിലൊക്കെ തന്നെ ജനങ്ങൾ വലയുന്നുമുണ്ട്. നമുക്ക് ഡോക്ടർ മനോജ് കുസാറ്റിൽ നിന്നും ചേരുന്നുണ്ട്. ഒപ്പം രാജൻ പല്ലൻ, പ്രതിപക്ഷ നേതാവ്, തൃശ്ശൂർ നഗരസഭയുടെ പ്രതിപക്ഷ നേതാവാണ്. തൃശ്ശൂരിലെ അവസ്ഥ നമ്മൾ നേരത്തെ കണ്ടതാണ്. തൃശ്ശൂരിലൊക്കെ തന്നെ ഈ കനത്ത മഴയത്തും ടാറിംഗ് ഒക്കെ നടത്തിയ കാര്യങ്ങൾ, അപ്പോൾ മഴക്കാല പൂർവ്വ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നടക്കമുള്ള വലിയ വിമർശനമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്നത്. എല്ലാ പ്രതികരണങ്ങൾ കൂടി നമുക്ക് തേടാം. ഒപ്പം തന്നെ വിവിധ ജില്ലകളിൽ നിന്നും മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ദൃശ്യങ്ങളും വിവരങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ വേണ്ടി നമ്മുടെ പ്രതിനിധികളൊക്കെ തന്നെ എല്ലായിടങ്ങളിൽ നിന്നും ചേരുന്നുണ്ട്. ഡോക്ടർ മനോജ്, പുതിയ മുന്നറിയിപ്പൊക്കെ വരുമ്പോൾ അത് പ്രകാരമാണെങ്കിൽ മഴ കനക്കാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. പുതിയ അലർട്ടൊക്കെ വെച്ചാണെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് എത്ര ദിവസം കൂടി ഈ മഴ തുടരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതോടൊപ്പം തന്നെ ഈ മലയോര മേഖലയിലും തീരദേശ മേഖലകളിലൊക്കെ ഉണ്ടാകേണ്ട ഒരു ജാഗ്രത സംബന്ധിച്ചും ഓർമ്മപ്പെടുത്തൽ സംബന്ധിച്ചും എന്താണ് ഡോക്ടർ മനോജ്? ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ ഏറ്റവും അധികം പേടിക്കേണ്ടത് ഇന്നും നാളെയും മറ്റന്നാളുമാണ്. അതിനുശേഷം മഴയുടെ ശക്തി കുറയും. ഇപ്പോൾ കേരളത്തിന് മുകളിൽ അറബിക്കടലിലായി ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അത് 2 ദിവസം കൂടിയാണ് അതിന്റെ സ്വാധീന ശക്തി ഉണ്ടാവുക.
അതുകൊണ്ട് തന്നെ ഈ മഴ മേഘങ്ങൾ അടുത്ത 2 ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വടക്കോട്ടേക്ക് മാറി കേരള തീരത്ത് നിന്നും മാറി കേരളത്തിൽ മഴ കുറയുവാനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ ഇന്നത് കൃത്യമായി മധ്യ കേരളത്തിന്റെ മുകളിലാണുള്ളത്. ഇപ്പോൾ ഉള്ള ഏറ്റവും പുതിയ ഉപഗ്രഹ ചിത്രപ്രകാരം അറബിക്കടലിൽ കേരള തീരത്തിനടുത്ത് വലിയ രീതിയിലുള്ള മഴമേഘങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ കേരളത്തില് വൈകുന്നേരം ആകുമ്പോൾ തന്നെ പല ജില്ലകളിലും അതിശക്തമോ അതിതീവ്രമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണുള്ളത്. പ്രത്യേകിച്ച് ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം ജില്ലകൾക്കാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റ് ജില്ലകളിലൊക്കെ തന്നെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രത നമുക്ക് ഉണ്ടാവേണ്ടതാണ്. നാളെയാകുമ്പോൾ ഈ മഴമേഘങ്ങൾ അതൊരു ബാൻഡായിട്ടാണ് ഉള്ളത്. അത് വടക്കൻ ജില്ലകളിലേക്ക് മാറി കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലായിരിക്കും അതിന്റെ ഒരു എഫക്റ്റ് കൂടുതലുണ്ടാവും. നമ്മൾ പൊതുവെ ഈ ജില്ലകൾ തിരിച്ചു പറയുമെങ്കിലും മഴയ്ക്ക് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ബൗണ്ടറി ഇല്ലാത്തത് കൊണ്ട് തന്നെ സമീപ ജില്ലകളിലുള്ളവരും അതോടൊപ്പം തന്നെ തീരദേശത്തും മലയോര മേഖലയിലും ഉള്ള ജില്ലകളിൽ തന്നെ ജാഗ്രത വളരെയധികം ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ തന്നിരിക്കുന്ന ഒരു ജില്ലയിൽ ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ കൂടിയും ഒരു ഇമ്പാക്ട് ബേസ്ഡ് ഫോർകാസ്റ്റ് എന്നുള്ള ഇത് കൂടി നമ്മൾ കണക്കിലെടുക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയോടൊപ്പം ഇനി അതിതീവ്രമല്ലാത്ത എന്നാൽ ശക്തമായിട്ടുള്ള ഒരു മഴ കൂടി പെയ്താൽ ചില സ്ഥലങ്ങളിലെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓറഞ്ച് അലർട്ട് തരുന്ന ജില്ലകളിലുള്ള ആൾക്കാരും ജാഗ്രതയോടുകൂടി ഇരിക്കണം എന്നുള്ളതാണ് പൊതുവിൽ പറയാറുള്ളത്. അതോടൊപ്പം തന്നെ ഈ ചക്രവാത ചുഴിയുടെ ഒരു സ്വാധീനത്താൽ കേരള തീരത്ത് കടലാക്രമണവും നല്ല രീതിയിൽ രൂക്ഷമാകുവാനുള്ള സാധ്യതയുണ്ട്. അത് ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഇൻഗോയ്സ് എന്നുള്ള സ്ഥാപനമാണ് തരാറുള്ളത്. അപ്പോൾ തീരപ്രദേശങ്ങളിലും കടൽക്ഷോഭം ഉണ്ടാകുവാനുള്ള സാധ്യത ഒരു 2 ദിവസത്തേക്കെങ്കിലും 2-3 ദിവസമെങ്കിലും നമ്മൾ കരുതലുണ്ടാവണം എന്നുള്ളതാണ് പൊതുവിൽ പറയാനുള്ളത്. ശരി, മടങ്ങിയെത്താം ശ്രീ മനോജ്. ഇപ്പോൾ രാജൻ പല്ലൻ കൂടി പ്രതിപക്ഷ നേതാവ് തൃശ്ശൂരിലെ ചേരുകയാണ്. ശ്രീ രാജൻ പല്ലൻ, തൃശ്ശൂരെ സംബന്ധിച്ചോളം നമുക്കറിയാം അവിടെ ഒരുപാട് റോഡുകളുടെ ശോചനീയാവസ്ഥയുണ്ട്. അപ്പോൾ ഈ ഒരു മഴ തന്നെ പെയ്തു കഴിഞ്ഞാൽ പോലും അവിടെ റോഡുകളുടെയൊക്കെ തന്നെ അവസ്ഥ അങ്ങേയറ്റം പരിതാപകരമാകുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ ഈ മഴക്കാല പൂർവ്വ നടപടികളൊക്കെ എടുക്കുന്നതിലൊക്കെ തന്നെയുള്ള വീഴ്ചകൾ നഗരസഭയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ടോ ശ്രീ രാജൻ പല്ലൻ? ആ മൈക്ക് ഒന്ന് ഓൺ ചെയ്യണേ ശ്രീ രാജൻ പല്ലൻ, മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കണേ. കേൾക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കണേ. ശ്രീ രാജൻ പല്ലൻ, താങ്കളെ മൈക്ക് ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കാമായിരുന്നു. ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നില്ല ശ്രീ രാജൻ പല്ലൻ. ടെക്നിക്കൽ പ്രശ്നമുള്ളത് കൊണ്ടാണ്. ഡോക്ടർ മനോജ്, ഇനിയിപ്പോൾ നമ്മൾ അറിയാമല്ലോ, നമുക്ക് ഈ പറയുന്ന കഴിഞ്ഞ വർഷമൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഈ ചക്രവാത ചുഴിയായി സൈക്ലോണൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം. അപ്പോൾ എത്രത്തോളം നമ്മളിനി ജാഗ്രത പാലിക്കേണ്ടതുണ്ട്? പ്രത്യേകിച്ച് ഈ പറയുന്ന റോഡുകളുടെയൊക്കെ തന്നെ അവസ്ഥകൾ ഇവിടെ നമ്മൾ കണ്ടു, പലയിടങ്ങളിൽ കണ്ടു. പിന്നെ മലവെള്ളപ്പാച്ചിൽ, പാലക്കാട് പോലെയുള്ള മേഖലകളിലൊക്കെ തന്നെ മലവെള്ളപ്പാച്ചിൽ ഇപ്പോൾ കാണുന്നു. അവിടെയുള്ള ആളുകൾ വലിയ ഭീതി അവർ നേരത്തെ പ്രകടിപ്പിക്കുന്നത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അപകട സാധ്യതയുള്ള മണ്ണിടിച്ചിലുള്ള മേഖലകൾ, ഇടുക്കി പോലെയുള്ള പ്രദേശങ്ങൾ, അപ്പോൾ അവിടെയൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ട ജാഗ്രത, യാത്രകൾ, രാത്രികാല യാത്രകൾ, ഇതൊക്കെ സംബന്ധിച്ച് എന്താണ് ഒരു മുന്നറിയിപ്പ് നൽകാനുള്ളത് ശ്രീ മനോജ്? ഡോക്ടർ മനോജ്, ഇനിയുള്ള ദിവസങ്ങൾ അത് എത്രത്തോളം നമ്മൾ ജാഗ്രത പാലിക്കണം? നേരത്തെ നമ്മൾ കണ്ടുപോയിട്ടുള്ള കണ്ട ദൃശ്യങ്ങൾ പ്രകാരമൊക്കെ ആണെങ്കിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്ന ഇടങ്ങൾ പാലക്കാട് ഉൾപ്പെടെ ഉണ്ടായിട്ടുമുണ്ട്. മാത്രമല്ല ഈ മലയോര മേഖലകളിലും ഒക്കെയുള്ള ആളുകൾ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പൊക്കെ ഉള്ള ഇടങ്ങളിലൊക്കെ എന്തൊക്കെ മുന്നറിയിപ്പുകൾ ജാഗ്രതയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം ശ്രീ മനോജ്? പൊതുവിൽ മഴയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ അവരുടെ വെബ് പേജ് വഴിയും സോഷ്യൽ മീഡിയ വഴിയും പത്രമാധ്യമങ്ങൾ വഴിയും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയകളിലൂടെ അവരുടെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. പൊതുവിൽ ഈ അതിതീവ്രമായിട്ടുള്ള മഴയുടെ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനം നമ്മൾ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഒഫീഷ്യൽ ഏജൻസികളിൽ നിന്ന് മാത്രം
ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇത്തരത്തിൽ ഓറഞ്ച് അലർട്ട് അല്ലെങ്കിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഉരുൾപൊട്ടലിന്റെ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഉരുൾപൊട്ടൽ മഴയേക്കാൾ വളരെ ബുദ്ധിമുട്ടാണ് ഉരുൾപൊട്ടൽ പ്രവചിക്കുക എന്നുള്ളത്. കാരണം മഴ മാത്രമല്ല, ആ സ്ഥലത്ത് ഇതുവരെ പെയ്തിട്ടുള്ള കഴിഞ്ഞ മണ്ണിലെ ജലാംശവും മണ്ണിന്റെ ഉറപ്പും അവിടുത്തെ ചെരുവും എല്ലാം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഇപ്പൊ പാലക്കാട് കേട്ടതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഉരുൾപൊട്ടലിന്റെ സാധ്യത നമ്മൾ മുൻകൂട്ടി കാണുകയാണെങ്കിൽ അവിടെ നിന്ന് ഏറ്റവും പെട്ടെന്ന് മാറി താമസിക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യം. അത് ഗവൺമെന്റ് ഏജൻസികൾ അല്ലെങ്കിൽ ഔദ്യോഗികമായ ഏജൻസികൾ വന്ന് അവർ അവിടെ സേഫ് ആണ് എന്ന് ഉറപ്പാക്കുന്നത് വരെയെങ്കിലും നമ്മൾ അവിടെ നിന്ന് മാറി താമസിക്കുവാൻ തയ്യാറാവണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. മറ്റൊന്ന്, രാത്രി കാലങ്ങളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതെങ്കിൽ അതിന് നമ്മൾ വിധേയമാകുവാനുള്ള സാധ്യത കൂടുതലാണ് പകൽ സമയത്തേക്കാൾ. നമ്മൾ ഉറക്കത്തിലായിരിക്കും. അങ്ങനെ ഉറക്കത്തിൽ കിടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ഉണ്ടായാൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മളൊരു ലോക്കൽ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ചുരുങ്ങി വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് ഉറങ്ങാതെ ഒരു ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഓരോരുത്തരായിട്ട് ഒരാളെങ്കിലും ഒരു വീട്ടിൽ ഉണർന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയും വേണം. അങ്ങനെ ഉണ്ടായാൽ എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു സൗണ്ട് കേൾക്കുകയോ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ നമുക്ക് വിളിച്ചെണീപ്പിച്ച് പെട്ടെന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു അവസരം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഏതൊരു പ്രദേശത്തും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പ്രദേശം ഏതാണ്, ഏറ്റവും സാധ്യത കുറഞ്ഞ പ്രദേശം അല്ലെങ്കിൽ സുരക്ഷിതമായ പ്രദേശം ഏതാണ് എന്ന് അടയാളപ്പെടുത്തി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രാത്രിയാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് എങ്ങോട്ട് ഓടണം എന്നുള്ള ഒരു അവസ്ഥ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി തയ്യാറാക്കി വെക്കുകയും ഒരു എമർജൻസി കിറ്റ് തയ്യാറാക്കി വെക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി 2018 പ്രളയം മുതൽ നമ്മളോട് നിരന്തരം ആവശ്യപ്പെടാറുണ്ട്. അത് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. ഇങ്ങനെയുള്ള എമർജൻസി സാഹചര്യങ്ങളിൽ അടിയന്തരമായി വേറെ ഒന്നും ഉണ്ടാവില്ല. അതിനകത്ത് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട വസ്തുക്കളുടെ ലിസ്റ്റ് തന്നെ തന്നിട്ടുണ്ടാവും. ഒരു ടോർച്ച് നിർബന്ധമാണ്. അതോടൊപ്പം മൊബൈൽ ഫോണും അത്യാവശ്യം പൈസയും എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സും കുറച്ച് വെള്ളവും, ഇത്രയും, അതുപോലെ എമർജൻസി മെഡിസിൻസ്, ഇത്രയും കാര്യങ്ങളുണ്ട് എങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ജീവൻ രക്ഷിക്കുവാൻ സാധ്യമാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വാട്സാപ്പ് പോലെയായിട്ടുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയാൽ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പല ആൾക്കാരിലേക്ക് ഒരുമിച്ചെത്തിക്കുവാൻ ഡോക്ടർ അരുൺ വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് നൽകിയത്. അപ്പോൾ ചെറിയ രീതിയിലുള്ള ഏതെങ്കിലും ഒരു ദുസൂചനകളോ എന്തെങ്കിലും നമുക്ക് അപകട സൂചനകളോ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും ഈ വിദഗ്ധർ പറയുന്നത് പോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളെ നമ്മൾ അറിയിക്കണം. ഒപ്പം തന്നെ നമ്മൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുകയും ചെയ്യണം.